ഞാനും ഭാര്യയും അഡ്വക്കേറ്റ് എ ജയകുമാറും കുടുംബവും 29/3/2025 മൂന്നാർ കുണ്ടള എന്ന സ്ഥലത്ത് കുണ്ടള ഡാമിനും മാട്ടുപ്പെട്ടി ഡാമിനും ഇടയിലുള്ള സാൻഡോസ് മിസ്റ്റി കോട്ടേജ് എന്ന ഹോം സ്റ്റേയിൽ താമസിച്ചു. ഞങ്ങൾ രാവിലെ ഞങ്ങളുടെ വീട്ടിൽ നിന്നും തിരിച്ചു. മാട്ടുപ്പെട്ടി ഡാം കഴിഞ്ഞ് കുണ്ടള ഡാമിന് മുൻപായി ഇടത്തോട്ട് ഒരു സെമി ഓഫ് റോഡ് വഴിയിലൂടെ ഏകദേശം 2 കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം ഈ കോട്ടയിലെത്താൻ. ഒരു ഉൾപ്രദേശമാണ്. അവിടാണ് ഈ ഹോം സ്റ്റേ സ്ഥിതി ചെയ്യുന്നത്. ചുറ്റും യൂക്കാലി മരങ്ങളാണ്. ഈ ഹോം സ്റ്റേയുടെ കാര്യസ്ഥൻ അമ്പാടി എന്ന ചെറുപ്പക്കാരാണ്. വളരെ നല്ല ഇടപെടലാണ്. ഞങ്ങൾ 29 ചെയ്യുന്നു. 30 മൂന്നാറൊക്കെ കറങ്ങി 31 തിരിച്ചു പോരുന്നത്. അമ്പാടിയുടെ നമ്പർ 9496338521. ഞാനിവിടെ എഴുതുകയും ചെയ്യാം. വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു. ഞങ്ങൾ മൂന്നാറിൽ വന്ന് താമസിച്ചത് കുണ്ടള സാൻഡോസ് മിസ്റ്റി കോട്ടേജിലാണ്. സാൻഡോസ് മിസ്റ്റി കോട്ടേജ്. ഞങ്ങൾ ഇവിടെ അടുത്ത് ഒരു ഡാമിൻ്റെ കാച്ച്മെൻ്റ് ഏരിയ ഉണ്ട്. ഇവിടുത്തെ ഈ അന്തരീക്ഷം വളരെ ഒട്ടും ജനബാഹുല്യമില്ലാത്ത ഒരു റിമോട്ട് പ്ലേസാണ്. കുണ്ടള ഡാമിൻ്റെയും മാട്ടുപ്പെട്ടി ഡാമിൻ്റെയും ഇടയിലായിട്ടുള്ള ഒരു സ്ഥലമാണ് ഞങ്ങൾ താമസിച്ചത്. ഞങ്ങൾ ഡാമിൻ്റെ ആ ക്യാച്ച്മെൻ്റ് ഏരിയയിലേക്ക് പോവുകയാണ്. ഡാമിൻ്റെ ക്യാച്ച്മെൻ്റ് ഏരിയ ഇവിടെ വരെയുണ്ട്. മാട്ടുപ്പെട്ടി ഡാമിൻ്റെ ക്യാച്ച്മെൻ്റ് ഏരിയ. മാട്ടുപ്പെട്ടി ഡാം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ താഴെയാണ്. കുണ്ടള ഡാം മുകളിലും. ഇതെല്ലാം യൂക്കാലിയുടെ ഒരു ഇനമായ തടിയാണ്. 5 വർഷം കൊണ്ട് വലിയ ഉയരത്തിലുള്ള തടിയാവും. 7 വർഷം കൊണ്ട് ഇത് മുറിച്ച് മാറ്റാം. വെള്ളത്തടിയാണ്. ഇത് പേപ്പറിനും പ്ലൈവുഡ് ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. ഇത് ഒത്തിരിയും ജലം വലിച്ചെടുക്കുന്ന വൃക്ഷമാണ്. പ്രകൃതിക്ക് ദോഷമായ വൃക്ഷം തന്നെയാണ്. പക്ഷേ ഇത്രയും പെട്ടെന്ന് വളരുന്ന ഒരു മരം മറ്റൊന്നുമില്ല. നമുക്ക് വളരെ ഏറെ പേപ്പറിനും പ്ലൈവുഡിനും ഒക്കെ ആവശ്യമുള്ളതുകൊണ്ട് ഇത്തരം സ്ഥലങ്ങളിൽ ഇത്തരം തടികൾ മരങ്ങൾ വളർത്തിയെടുത്താൽ അതിനൊക്കെ പ്രയോജനം ചെയ്യും. ഞാനും ജയകുമാറും ബാ നിങ്ങളെല്ലാം ഒന്ന് കാണട്ടെ. അഭ്രപാളികൾ ബാ. ജയകുമാർ സാറ് വളരെയേറെ സന്തോഷവാനാണ്. അദ്ദേഹം എന്നോടൊപ്പം വന്നതിൽ അദ്ദേഹം വളരെ കൃതാർത്ഥനാണ്. അദ്ദേഹത്തിൻ്റെ കൃതാർത്ഥ്യം ആ മുഖത്ത് വിളങ്ങുന്നുണ്ട്. ഇന്നലെ രാത്രി ഉറങ്ങിയില്ല. ഒരുപോലെ കണ്ണടയ്ക്കാതെ ഞങ്ങളെല്ലാം സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ജയകുമാർ സാർ. അദ്ദേഹത്തിൻ്റെ ആ ഉത്തരവാദിത്വം. ജയകുമാർ സാറിൻ്റെ മോള്, എൻ്റെ ഭാര്യ, എല്ലാവരും ഉണ്ട്. എൻ്റെ മോള്, എൻ്റെ ഭാര്യ എല്ലാം തന്നെ എൻ്റെ പുറകെ നടക്കുന്ന ശ്രീലത ആറാണ്. ഞങ്ങൾ ഡാമിൻ്റെ ക്യാച്ച്മെൻ്റ് ഏരിയയിലേക്ക് പോവാം. നമ്മളെ നയിക്കുന്നവളെ ദാണ്ട ഇവന് ഞങ്ങൾ ആഹാരം കൊടുത്തു. അതുകൊണ്ട് അതിൻ്റെ നന്ദിയാണ് അവൻ കാണിക്കുന്നത്. ഞങ്ങളോടൊപ്പം അവിടെ ആ വീട്ടിലെ നായയാണ്. അവന് ഞങ്ങളെ കൊണ്ട് പോവുക, അവിടെ കാണിക്കാൻ കൊണ്ടുപോവുക. നല്ല സ്നേഹമുള്ള ശ്വാനനാണ്. അവൻ്റെ നടപ്പ് കണ്ടോ, കുണ്ടിയൊക്കെ കുലുക്കിയുള്ള നടപ്പ്. ഇവനെ ഇടയ്ക്കിടയ്ക്ക് പന്നി കുത്തും. ഇവിടെ പന്നികൾ ഇഷ്ടം പോലെ ഉണ്ട്. അത് കുത്തും. അവനെ നമ്മൾ വിളിച്ചാൽ നമ്മുടെ കൂടെ വരും. അപ്പം നായയുടെ സ്നേഹം അതാണ് കേട്ടോ. ഞങ്ങൾ 2 ദിവസം ആഹാരം 2 ദിവസം ഉണ്ടായിരുന്നു ഞങ്ങളിവിടെ.
ഇത് ഒരു വനത്തിനടുത്ത് വനത്തിനുള്ളിൽ താമസിക്കുന്ന പ്രതീതിയാണ് ഇവിടെ. ഇപ്പോഴാ അവൻ്റെ അറിയാൻ വഴി കേട്ടോ. മോനെ എവിടെയാടാ ഞങ്ങളെ കാണിക്കാൻ കൊണ്ടുവന്നീ? അവിടെയും പെടുത്തി വെക്കുക. എൻ്റെ വഴി തെറ്റായിരിക്കാനാ. എല്ലായിടത്തും അല്പാൽപ്പം മൂത്രം വെച്ച് വെക്കുക. കണ്ടോ? പിടിക്കണം. അല്പാൽപ്പം പെടുത്തി വെക്കുക. ഇവിടെ നേരത്തെ വരേണ്ടിയായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ശാന്തി മാഡം ജയകുമാറിൻ്റെ സഹധർമ്മിണി. ധർമ്മത്തിൽ സഹായി നിൽക്കുന്നവൾ. വിശാലമായ സ്ഥലം. ഡാമിൽ വെള്ളം കുറവായോണ്ടായിരിക്കാം. ശരിയാ, ഇവിടെ പകലൊക്കെ ഇവിടെ വന്നിരിക്കേണ്ടിയായിരുന്നു ഇല്ലയോ? ഇപ്പം ഇന്നലെ പിടിക്കാൻ പറ്റത്തില്ലോ. കണ്ടോ? വളരെ സുന്ദരമായ സ്ഥലം. ബാ ഞങ്ങളുടെ കാവൽ നായ അവിടെ പോകുന്നുണ്ട്. നമ്മളെ കാണിക്കാൻ വരുന്നതാവില്ല. അവിടെ എല്ലാം പെടുത്തു വെക്കുക കേട്ടോ. കേട്ടോ, ആ വഴി മറന്നു വാരിക്കാൻ വേണ്ടിയാണ്. മണ്ണും വാരിയിട്ടു. അവിടെയൊക്കെ പശുക്കൾ മേയുന്നുണ്ട്. വിശാല നീല വിണ്ണില ഞുലഞ്ഞലഞ്ഞനുഗ്രഹം. ഇന്നലെ പുൽത്തടിയ. പക്ഷെ ഇവിടെ നമുക്ക് വരാൻ പറ്റിയില്ല ഇന്നലെയൊക്കെ. അതിനാൽ വൈകുന്നേരം വരാൻ നമുക്ക്. പക്ഷെ ഇത്രയും മനോഹരമാണെന്ന് നമ്മൾ കരുതിയില്ല. നല്ല കാറ്റുണ്ട്. അമ്പാടിയുടെ യഥാർത്ഥ പേരെന്ത്? അമ്പാടി അമ്പാടി. പശുക്കളൊക്കെ മെയ്യുന്നുണ്ട്. പശുക്കൾ വൈകുന്നേരങ്ങളിൽ ഇവിടെ നല്ല രസമായിരിക്കും. വൈകുന്നേരത്തൊക്കെ ഇവിടെ വന്നിരിക്കാൻ നല്ല രസമായിരിക്കും. രണ്ട് വനിതകൾ മന്ദം വരുന്നുണ്ട്. ശാന്തി വനിതയും ശ്രീലത വനിതയും. എൻ്റെ അച്ഛനും മോളുമായിട്ടുള്ള ആ ഒരു സന്തോഷം പങ്കുവയ്ക്കാം. മോളെ കൊണ്ടുവന്നതിൻ്റെ സന്തോഷം മോക്ക്. ഇത്രയും കാശ് മുടക്കി കൊണ്ടുവന്നൊക്കെ ഇന്ന് കണക്ക് പറയുന്ന കേട്ടു. ആരാ? അച്ഛൻ. കുയ് നോക്കത്തില്ല, വലിയ പോലീസാ. ദൂരെ ആൾക്കാരെന്തോ ചെയ്യുക. മീൻ പിടിക്കുമായിരിക്കും, ചൂണ്ടയിടുമായിരിക്കും.
ഡാമിലേക്ക് വരുന്നൊരു അരുവിയാണ്. ഇങ്ങനെ വരുന്ന അരുവികളാണ് ഡാം നിറയ്ക്കുന്നത്. ഇവിടെ എല്ലാം വെള്ളം കയറുന്ന സ്ഥലം. അതുകൊണ്ട് അവിടുത്തെ പാട് കണ്ടോ? പാട് കണ്ടോ? അവിടെ നമുക്ക് പരിചിതമാണ്. അവിടെ പരിചിതമാണ്. നല്ല ദൃശ്യമാണ്. എങ്ങനെയുണ്ട് നമ്മുടെ യാത്രയെ പറ്റി അങ്ങയുടെ അഭിപ്രായം എന്താണ്? വളരെ നല്ല യാത്രയായിരുന്നു. വളരെ നയനമനോഹരമായ ദൃശ്യങ്ങളായിരുന്നു. പിന്നെ നിങ്ങൾ കാശൊന്നും മുടക്കില്ലല്ലോ? ഇഷ്ടമായ ആഹാരമായിരുന്നു. കാശൊന്നും മുടക്കില്ലല്ലോ? കാശോ? ഞാൻ മുന്നേ പൊതിനോട് മുടക്കിയില്ല ഇതുവരെ. ഇപ്പം 200 രൂപ മുടക്കിയത്. ഇനി ഇവനെ കുത്തിന് പിടിച്ചൊരു വാങ്ങിയിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പം പറയും അവൻ്റെ ATM വർക്ക് ചെയ്തില്ല, അവൻ്റെ ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നില്ലെന്നൊക്കെ പറയും. ഇവനെ ഞങ്ങളോടൊപ്പം വന്ന് ഞങ്ങളെ ഡാമിൻ്റെ ഭാഗമൊക്കെ കാണിച്ച് ക്ഷീണിച്ച് അവിടുന്ന് വെള്ളമൊക്കെ കുടിച്ച് മോനെ ക്ഷീണിച്ച് വന്ന് കിടക്കുക പാവം. ഇനിയും ഞങ്ങൾ വരുമ്പോൾ നമുക്ക് കാണാൻ ഇഷ്ടംപോലെ ചിക്കനൊക്കെ തരാം കേട്ടോ.